നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഹെയർ കെയർ വീഡിയോയില് നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് കാണുന്നത്, ഹോട്ട് ഓയിൽ മസാജ്. അപ്പൊ ഹോട്ട് ഓയിൽ മസാജ് നമ്മൾ അങ്ങനെ രണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മളൊരു സമ്മർ സ്കിൻ കെയറിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ജസ്റ്റ് നമ്മൾ എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന്. പക്ഷെ ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറഞ്ഞാല് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഉള്ളോടുകൂടി വളരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ട്രിക്കും ടിപ്സ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാട്ടോ മുടിക്ക്. നമ്മുടെ മുടിയുടെ ഓരോ റൂട്ടുകളിലും എണ്ണ ചെന്നിട്ട് നമ്മുടെ മുടി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരാനും, അതേപോലെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും, അതേപോലെ മുടി നല്ലോണം നീണ്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നു എന്ന് കരുതുന്ന ദിവസം മുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ്, അതായത് മുടി താഴേക്ക് ഇട്ടിട്ട് ജടയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് സാധാരണ വെള്ളം കേട്ടോ, പച്ചവെള്ളം, അതായത് തണുത്ത വെള്ളം അല്ല, നോർമൽ വാട്ടർ. ജസ്റ്റ് നമ്മുടെ ഓരോ റൂട്ടുകളില്ലേ അവിടെ ഇവിടേക്കായിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ഈ റൂട്ടുകളും കാര്യങ്ങളും എടുത്ത് എല്ലായിടത്തും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ പോർഷനാക്കി തിരിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഏറ്റവും നല്ലത് അധികം ആവരുത് കേട്ടോ. നമ്മുടെ റൂട്ട്, അതായത് തലയോട്ടിയിലാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, താഴത്തേക്ക് ചെയ്യേണ്ട. അത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ആ ഒരു തലയോട്ടിയിലത്തെ സ്കിന്നിനെ നമ്മളൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണം എന്ന് കരുതുമ്പോൾ. അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള പഴയ പാത്രം, കാരണം നമ്മൾ ആ പാത്രമാണ് ചൂടാക്കണം, അപ്പോൾ ആ പാത്രത്തിന് കരി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പഴയ പാത്രം ഇതുപോലെ നമ്മൾ ചൂടാക്കാം കേട്ടോ. പാത്രം മാത്രം ചൂടാക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കാച്ചെണ്ണകൾ ഒരിക്കലും നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കരുത് കേട്ടോ. അപ്പം അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ജസ്റ്റ് ആൽമണ്ട് ഓയിൽ, അതുപോലെ കാസ്റ്റർ ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കാച്ചിയെടുത്ത് അതിൻ്റെ പാകമായ എണ്ണ വീണ്ടും നമ്മൾ ചൂടാക്കരുത്. ഇതുപോലെ നമ്മൾ ഈ പാത്രത്തിൽ, ചൂടുള്ള പാത്രം, അതായത് ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് കുറച്ച് ചൂട് കുറവാട്ടോ, നിങ്ങൾക്ക് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ലൈവായിട്ടുള്ള ചൂടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ ചൂടുണ്ടായാലും നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു മോയ്സ്ചറൈസ് ചെയ്ത് നമ്മുടെ ആ ഒരു ഹെയറിൽ നമ്മൾ നേരെ ഈ എണ്ണ നമ്മൾ തലയോട്ടിയുടെ റൂട്ട്സിലൊക്കെ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് എണ്ണ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്യണത് എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം, നമ്മുടെ ആ ഒരു റൂട്ട്സിലൊക്കെ നമ്മുടെ എണ്ണ, അതായത് റൂട്ട്സുകളൊക്കെ ഓപ്പൺ ആയിട്ട് അതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉള്ളിലേക്ക് ചെന്ന് മുടിയുടെ ഓരോ വേരിൻ്റെ ഇഴകളും നമുക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ട് പിന്നെയും നമുക്ക് നല്ല ശക്തിയോട് കൂടിയിട്ട്, ഇപ്പം ഡാമേജ്ഡ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മുടി നന്നായിട്ട് വീണ്ടും റീഗ്രോത്ത് ചെയ്യാനും, അതുപോലെ തന്നെ മുടിക്ക് ഉള്ളു കൂടാനും, അതുപോലെ മുടി പെട്ടെന്ന് തന്നെ ലെങ്ത് വെക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടിയുടെ ഡാമേജസ്, അതായത് ഡാൻഡ്രഫ്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ലോസ് ഒക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറയാനും നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചെറു ചൂടോട് കൂടിയിട്ട് നമ്മുടെ ഈ റൂട്ട്സുകളിലൊക്കെ ഇല്ലേ, നമ്മുടെ ഓരോരോ പോർഷൻസ്, നമുക്ക് നെറ്റ് കയറുക, മുടി ഇങ്ങനെ പിറകിലോട്ട് പോവുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ, അപ്പൊ അതിനൊക്കെ റൂട്ട്സ് ഉള്ള ഭാഗത്ത് വേണം കേട്ടോ. ചിലർക്ക് ഭയങ്കരമായിട്ട് റൂട്ട്സ് ഒന്നും തീരില്ലാത്തടത്ത് മുടി വരില്ല. അവിടെ റൂട്ട്സുകൾ ഉണ്ട് പക്ഷെ മുടി വളരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോർഷൻസിലൊക്കെ നമ്മുടെ ഈ ഒരു പ്രക്രിയ, അതായത് നമ്മൾ ആദ്യം മോയ്സ്ചറൈസ് ചെയ്ത് പിന്നെ ചെറിയ ചൂടുള്ള ഹോട്ട് ഓയിൽ മസാജ് നമ്മൾ കൊടുത്താൽ അവിടെ വീണ്ടും മുടി വളരുകയും അതുപോലെ തന്നെ മുടിയുടെ റീഗ്രോത്തിന് നമുക്ക് ആ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ കാരണമാവുകയും ചെയ്യും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ മുടി നമ്മൾ താഴെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മുടിയിൽ നന്നായിട്ട് എണ്ണയും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ തേക്കുന്ന പോലെ മുടി താഴത്തേക്ക് ഇട്ടിട്ടും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നമ്മുടെ റൂട്ട്സുകൾ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ഹോട്ട് ഓയിൽ മസാജിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മുടിക്ക് നല്ല ഉള്ളു വെക്കാനും മുടി നീളാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ ചെയ്യുക. അതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റോളം, ചിലർക്ക് അധികം നേരം വെക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ നേരെ മസാജിങ് കഴിഞ്ഞ് അങ്ങനെ തന്നെ വാഷ് ചെയ്ത് കളയുക. ഇനിയിപ്പോൾ വെക്കിനോട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഒരു 20 മിനിറ്റ് മുടി കെട്ടി വെക്കുക കേട്ടോ. എല്ലാവരുടെയും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കെട്ടിവെച്ചതിന് ശേഷം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള താളികളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന താളി, അതായത് അലോവേര താളി, ഉലുവ താളി, അതുപോലെ തന്നെ എള്ള് താളി, അതേപോലെ ഉഴുന്ന് ഷാമ്പൂ, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ലൊരു ആ ഒരു നാച്ചുറൽ ആണെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള താളിപ്പൊടികൾ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന താളിപ്പൊടി, അങ്ങനെ ഏതാച്ചും ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ്
പ്രോഡക്റ്റായ നിലാസ് ഹെർബ്സിന്റെ നമ്മുടെ ഹെയർ കെയർ പ്രൊഡക്ട്സ് ആട്ടോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ട്രൈ ചെയ്യാൻ നേരം കിട്ടിയില്ല. പിന്നെ അത്യാവശ്യം മഴയുള്ള ദിവസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം നേരം തലയിൽ വെക്കാനും നിന്നില്ല. നമ്മുടെ നിലാസ് ഹെർബ്സിന്റെ ഹെയർ ഷാമ്പു പ്ലസ് നമ്മുടെ നിലാസ് ഹെർബ്സിന്റെ ഹെർബൽ ഹെയർ കണ്ടീഷണർ ആണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യണം. ഇന്ന് വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒന്നാമത്തെ അത്യാവശ്യം ചെറിയ മഴയുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ പുതിയ വേറെ കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാൻ നിന്നില്ല, നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പൊ അത്യാവശ്യം നമ്മുടെ മുടി ഒരു മുക്കാൽ ഡ്രൈ ആയിട്ടുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പൊ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. മുടി നല്ലോണം നീളം വെക്കിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു എൻ്റെ ഷർട്ടിന്റെ ടീഷർട്ടിന്റെ കൈയില്ലേ, ആ കൈയിന്റെ അതിനെ ഒന്ന് കുറച്ച് ഇറക്കിയിട്ടായിരുന്നു മുടി വെട്ടി നിന്നായിരുന്നു. ഇപ്പൊ നന്നായിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എന്നൊന്നും ചെയ്യരുത്, നമുക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി കേട്ടോ. ചെയ്യരുത് എന്നല്ല, ചെയ്യേണ്ട കാര്യമില്ല, മാസത്തിൽ ഒരിക്കലൊക്കെ മതി. ഞാനാണെങ്കിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളൂ. കാരണം വെച്ചാൽ എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം സമയവും കിട്ടില്ല. പിന്നെ നമുക്ക് തല തണുപ്പിക്കുകയും പിന്നെ ചൂടാക്കുകയും ചെയ്യുമ്പോൾ ചിലർക്ക് അങ്ങനെ ജലദോഷം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകാറുണ്ട് ഇപ്പോൾ. കാരണം വെച്ചാൽ പറയാണ്ട് തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, ഞാൻ പറയാത്തതുകൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ, ലൈക്കും കമൻറ്റൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇടാനും അതുപോലെ തന്നെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു കട്ട സപ്പോർട്ട് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ലൈക്കൊക്കെ ദയവ് ചെയ്ത് ചെയ്തോളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ തരുന്നതാണ്, അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക അച്ചീവ്മെന്റ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ആ ഒരു സന്തോഷം. അപ്പൊ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.